ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BC നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. ശേഷം രജിസ്ട്രേഷൻ ID പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ടൈം അലോട്ട്മെൻറ്റ് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് കോളേജാണോ കിട്ടിയത് അതിന് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു കോളേജ് നിലനിൽക്കാനായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതിപ്പോൾ BSc നഴ്സിംഗിൻ്റെ ഏതെങ്കിലും മീൻസ് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 1000 രൂപയായിരിക്കും, സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 25,000 രൂപയായിരിക്കും. പിന്നെ പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ എത്രയാണ് നിങ്ങളുടെ ടോക്കൺ ഫീ എന്നുള്ളത് ആ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ മുഖേനയോ അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ചെല്ലാൻ മുഖേന നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 28 മുതൽ 29 വരെയാണ് നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ടൈം പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ടൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിലെ ഒരു കോളേജിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തവരാണ്. ഫോർത്ത് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു BSc നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് മാറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആ ഒരു ഡേറ്റ് 30/8/2025 പറയുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എടുത്ത അഡ്മിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും. ഇനിയും നിങ്ങൾ പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങൾ ഫീസൊക്കെ അടച്ചിട്ടുണ്ടാവും. ആ ഫീസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പുതിയ കോളേജിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഓക്കെ, ഈ അടുത്ത വരുന്ന സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സിലേക്കൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുതിയ കോളേജ് ലിസ്റ്റ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കോളേജുകൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 30 നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോളേജിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് NOC ഇല്ലാതെ തന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. തുടർന്ന് വരുന്ന ഓരോ അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്